സ്നേഹമുള്ളവരെ, വലിയ നോമ്പ്, സൗമാരംഭ, വലിയ ഉപവാസക്കാലം, പേത്രത്ത മുതൽ ഞായറാഴ്ചകളും ഉൾപ്പെട്ട 49 ദിവസമാണ്. 50-ാം ദിവസം തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാൾ നാം ആഘോഷിക്കുകയാണല്ലോ. ഈ 49 ദിവസത്തെ പേത്രത്ത മുതൽ 40-ാം വെള്ളി വരെയും ഇന്നലെ വരെയും, ഓശാന ഞായർ മുതൽ ഉയർപ്പ് തിരുനാൾ വരെയും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഈ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വിജാഗിരി പോലുള്ള ഒരു ദിനമാണ് ഇന്ന് 41-ാം ദിനം ശനിയാഴ്ച. ഈ ശനിയാഴ്ചയെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ലാസർ ശനി, മഗ്ദലന ശനി, കൊഴുക്കോട്ട ശനി എന്നീ പേരുകളാണ് ഇതിന് നൽകി വരുന്നത്. കൊഴുക്കോട്ട ശനി എന്ന് പറയാനായിട്ടുള്ള കാരണം ഒരു ഐതിഹ്യമാണ്, ഒരു പ്രാദേശിക ആചാരവും. സുവിശേഷത്തിൽ നാം വായിക്കുന്ന, ഇന്നലെ നാം വായിച്ചു കേട്ട ലാസറിനെ ഉയർപ്പിച്ച ഭാഗം വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ ദിവസങ്ങളിൽ. ലാസറിനെ ഉയർപ്പിച്ച ശേഷം ഈശോ മർത്തായോടും മറിയത്തോടും ലാസറിനോടും കൂടെ അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു എന്ന ഒരു ഔദ്യോഗികമല്ലാത്ത ഒരു രേഖയിൽ കാണുന്നു, ഒരു ഐതിഹ്യത്തിൽ കാണുന്നു. അവർ ഈശോയ്ക്ക് നന്ദി സൂചകമായ ഒരു വിരുന്നൊരുക്കി. ഈശോ വിരുന്നിനെത്തിയപ്പോൾ മറിയം വിലയേറിയ നാർദീൻ തൈലം കൊണ്ട് അവൻ്റെ പാദങ്ങൾ പൂശി. ഈ സുവിശേഷ ഭാഗമാണ് ഇന്ന് നാം വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മറിയം ഈ നാർദീൻ തൈലം കൊണ്ടുവന്ന കൽഭരണി, അത് ഇന്നത്തെ ചിന്തയിൽ പ്രധാനപ്പെട്ടതാണ്, കൊഴുക്കോട്ടാശനിയുമായി ബന്ധപ്പെട്ടതാണ്. ഈശോയുടെ പാദങ്ങൾ പൂശിയപ്പോൾ അവൻ പറഞ്ഞു, 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ മൃതസംസ്കാരത്തിന് സൂചനയും അതിനുള്ള ഒരുക്കവുമാണ് ഇത് എന്ന് അവരെ ഓർമ്മിപ്പിച്ചു. അതായത് നാം മരണോത്ഥാനങ്ങളിലേക്ക് അടുക്കുകയാണ്, ഈശോയുടെ പീഡാനുഭവ ദിവസങ്ങളിലേക്ക് അടുക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയായിട്ടാണ് വലിയ നോമ്പിലെ 41-ാം ദിവസം ആയ ഇന്ന് ശനിയാഴ്ച ആചരിക്കുക, അല്ല ആഘോഷിക്കുന്നത്. ലത്തീൻ സഭയിൽ വലിയ നോമ്പ് കാലത്ത് 5-ാമത്തെ ഞായറാഴ്ച സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് ആഘോഷിക്കുക. ഗൗദേത്തെ ഞായർ, സന്തോഷ ഞായർ. അതുപോലെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് 41-ാം ശനി. അതുകൊണ്ടാണ് അന്ന് മധുരപലഹാരം ഉപയോഗിക്കുന്നത്. ജനുവരി 6-ാം തീയതി ആചരിക്കുന്ന പിണ്ടികുത്തി പെരുന്നാൾ പോലെ വടക്കൻ കേരളത്തിൽ തൃശ്ശൂരിൽ പലയിടങ്ങളിലും നടത്തുന്ന ഒരു പ്രാദേശിക ആചാരമാണ് കൊഴുക്കോട്ട ശനി. മറിയം ഈശോയുടെ പാദങ്ങൾ പൂശാൻ കൊണ്ടുവന്ന നാർദീൻ തൈലത്തിൻ്റെ ഭരണിയുടെ ഓർമ്മയാണ് ഇതിൻ്റെ പിന്നിൽ. മറിയം തൈലം കൊണ്ടുവന്ന കൽഭരണിയുടെ രൂപത്തിൽ അരിപ്പൊടി നനച്ചുണ്ടാക്കിയ അരിപ്പൊടി ഉരുളകൾ പോലെ ഉണ്ടാക്കി അതിനുള്ളിൽ ശർക്കരയും തേങ്ങാപ്പീരയും ചേർത്ത് മിശ്രിതം നിറച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നു. കൊഴുക്കോട്ട പുഴുങ്ങുന്നു. അതിൻ്റെ മുകൾ ഭാഗം തുറന്നിരിക്കുന്നു. അതിനുള്ളിലെ ശർക്കരയും തേങ്ങാപ്പീരയും കാണാം. കുടുംബനാഥൻ അതിന്മേൽ പ്രാർത്ഥന നടത്തുകയും
ഓരോന്നിൻ്റെ മേലും കുരിശു വരച്ചുകൊണ്ട് കുടുംബത്തിലെല്ലാവർക്കും, സ്നേഹിതർക്കും അയൽക്കാർക്കും അത് പങ്കുവയ്ക്കുകയും ചെയ്തു. മറിയം നാർദീൻ തൈലം കൊണ്ടുവന്ന ഭരണിയുടെ രൂപത്തിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസത്തെ കൊഴുക്കോട്ടാശനി എന്ന് തൃശ്ശൂർ പരിസരങ്ങളിലുള്ള ക്രിസ്ത്യാനികൾക്കിടയിൽ പറഞ്ഞു വരുന്നത്. വലിയ നോമ്പിനിടയിൽ കഠിനമായ നോമ്പും പ്രായശ്ചിത്തവും കുറച്ചുകൂടി ആഴത്തിൽ തുടങ്ങുന്ന വലിയ ആഴ്ചയ്ക്ക് മുമ്പ് മധുര പലഹാരം കഴിക്കുന്നത് ഉപവാസ ലംഘനമായിട്ട് കരുതിയിരുന്നില്ല. നോമ്പിലെ സന്തോഷ ദിനമാണ് 41-ാം ദിനം ശനി, കൊഴുക്കോട്ടാശനി. നമുക്ക് ഈശോയുടെ മരണത്തിനായിട്ട് ഒരുങ്ങാം. രക്ഷാകരമായ മരണം. ആ ഭവനത്തിലിരുന്ന ഈശോ അതാണ് പറഞ്ഞത്. എൻ്റെ മരണോത്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഇത്. രക്ഷാകരമായ മരണത്തിനായിട്ട് ഈശോ കടന്നു പോകുന്നു ഈ ദിവസത്തിലൂടെ. നാളെ ഓശാന ഞായറാഴ്ച നിശ്ചയദാർഢ്യബോധത്തോടുകൂടെ ജെറുസലേമിലേക്ക് അവൻ കടന്നു വരും. ഈശോയുടെ ഒപ്പം നമുക്ക് പ്രദക്ഷിണമായി നീങ്ങാം. നമ്മുടെ പെസഹ കുഞ്ഞാടായ ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ അവസാനത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്നു. അവനോടൊപ്പം ജെറുസലേമിലേക്ക് കടക്കുകയും ദാവീദിൻ്റെ പുത്രന് ഓശാന പാടുവാൻ, അങ്ങനെ ഈശോ നമ്മുടെ രക്ഷകനും നാഥനുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാൽവരി മലയിലേക്ക് അവനോടൊപ്പം നമുക്ക് നടന്നെടുക്കാം.